48 ലോകസഭാ അംഗങ്ങളെയും 19 രാജ്യസഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതായത് 80 ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന UP കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് മഹാരാഷ്ട്രയാണ്. ഇവിടെ നിന്നും പരമാവധി എംപിമാരെ വിജയിപ്പിക്കുക എന്നത് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ സഖ്യത്തിനും ഏറെ നിർണായകമാണ്. ശിവസേനയെയും NCPയെയും പിളർത്തി അതിൽ നല്ലൊരു വിഭാഗത്തെയും ഒപ്പം കൂട്ടിയാണ് മഹാരാഷ്ട്ര ഭരണം BJP പിടിച്ചിരിക്കുന്നത്. ഇവർ ഒത്തൊരുമിച്ച് നേരിടുന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രതിപക്ഷ സഖ്യത്തിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും NCP പവാർ വിഭാഗവും കോൺഗ്രസുമാണ് പ്രധാനമായും ഉള്ളത്. BJP തങ്ങളുടെ പാർട്ടിയെ പിളർത്തിയതിൽ രോഷമുള്ള ശിവസേന NCP വിഭാഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ വിജയിച്ച് കരുത്തു കാട്ടാനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളെയും BJP റാഞ്ചിയതിനാൽ കോൺഗ്രസും ഭരണപക്ഷത്തിന് ഒരു തിരിച്ചടി നൽകാനാണ് നിലവിൽ ശ്രമിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇതിനായുള്ള വേദിയാക്കാനുള്ള പ്രതിപക്ഷ നീക്കം പൊളിക്കാൻ ഭരണപക്ഷവും തന്ത്രപരമായ നീക്കമാണ് നടത്തിവരുന്നത്. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ വിഭാഗമാണ് യഥാർത്ഥ ശിവസേനയെന്ന് സ്പീക്കർ പ്രഖ്യാപിച്ചതും ഇതിന്റെ ഭാഗമാണ്. ഉദ്ധവ് വിഭാഗത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ശിവസേനയ്ക്ക് പുറമെ സമാനമായ മറ്റൊരു തിരിച്ചടി ശരത് പവാർ വിഭാഗം NCPക്കും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. NCPയിലെ പിളർപ്പിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അജിത് പവാർ വിഭാഗത്തെയാണ് യഥാർത്ഥ NCPയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടെ നിലവിലെ NCP എന്ന പാർട്ടിയുടെ പേരും ചിഹ്നവും ഉൾപ്പെടെ ശരത് പവാർ വിഭാഗത്തിന് ഇനി മുതൽ നഷ്ടമാകും. NCP എന്ന പേരും ചിഹ്നവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അജിത് പവാർ വിഭാഗമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. NCP അജിത് പവാർ വിഭാഗമാണ് യഥാർത്ഥ NCP എന്നും ശരത് പവാർ വിഭാഗം പുതിയ പേരും ചിഹ്നവും സമർപ്പിക്കണമെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിലാണ് NCPയെ പിളർത്തി അജിത് പവാർ വിഭാഗം BJPക്കൊപ്പം ചേർന്നിരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് കൂടുതൽ ഒഴുക്ക് ഭരണപക്ഷത്തേക്കുണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കൂടുതലാണ്. പ്രതിപക്ഷ കപ്പൽ ഇങ്ങനെ മുങ്ങുന്ന അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനൊരു പോംവഴി കാണുന്നതിന് പകരം സീറ്റ് വിഭജനത്തിൽ പരസ്പരം തർക്കിക്കുകയാണ് നേതാക്കൾ ചെയ്യുന്നത്. പാർട്ടിയിലെ വലിയ വിഭാഗം അടർന്നു പോയിട്ടും സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ NCP തയ്യാറല്ലെന്നതാണ് പുറത്തുവരുന്ന വിവരം. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം NDA പാളയത്തിൽ ചേക്കേറിയിട്ടും കോൺഗ്രസിന്റെ വിലപേശലും കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളേക്കാൾ കൂടുതൽ ലഭിക്കണമെന്നതാണ് അവരുടെ ആവശ്യം. ഉദ്ധവ് വിഭാഗം ശിവസേനയാകട്ടെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന പരിഗണന സീറ്റ് വിഭജനത്തിലും ലഭിക്കണമെന്ന നിലപാടിലുമാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉദ്ധവ് വിഭാഗം ശിവസേനയ്ക്കായതിനാൽ ശിവസേനയുടെ ആവശ്യം ന്യായമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോഴും ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ 3 പാർട്ടികൾ മാത്രം വിചാരിച്ചാൽ BJP സഖ്യത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നതാണത്. ഇവിടെയാണ് CPM ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും പ്രസക്തമാകുന്നത്. ഇന്ത്യ മുന്നണിയിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം ഉണ്ടെങ്കിലും മഹാരാഷ്ട്രയിൽ CPM സ്വന്തം നിലയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ CPMന് ചുരുങ്ങിയത് 5 ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും നിർണായക സ്വാധീനമുണ്ട്. CPM കർഷക സംഘടനയായ കിസാൻ സഭയുടെ സ്വാധീനമാണത്. പ്രക്ഷോഭ രംഗത്തും ഇടത് സംഘടനകളാണ് മുൻപന്തിയിലുള്ളത്. BJP സർക്കാരിനെതിരെ മഹാരാഷ്ട്രയിൽ ഏറ്റവും അധികം പ്രക്ഷോഭം നടത്തിയതും ഇടതുപക്ഷ സംഘടനകളാണ്. BJPയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ദൗത്യമെങ്കിൽ തീർച്ചയായും CPMനെ 2 സീറ്റുകളിലെങ്കിലും പിന്തുണയ്ക്കാൻ കോൺഗ്രസും NCPയും ഉൾപ്പെടെ തയ്യാറാവുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നതിന്റെ നേട്ടം മഹാരാഷ്ട്രയിലും BJPയാണ് കൊണ്ടുപോകുക. UPയിലും മഹാരാഷ്ട്രയിലുമായി 128 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ 120 ലക്ഷ്യമിട്ടാണ് BJP മുന്നോട്ടു പോകുന്നത്. കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര എന്നീ 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വലിയ വിജയപ്രതീക്ഷയാണ് BJPക്കുള്ളത്. ആന്ധ്രയിൽ ആര് ജയിച്ചാലും കേന്ദ്രത്തിൽ BJPയെ പിന്തുണയ്ക്കുന്ന അവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒറീസയിലെ സ്ഥിതിയും ഇതിന് സമാനമായിരിക്കും. കർണാടകയും ഹിമാചൽ പ്രദേശും കോൺഗ്രസാണ് ഭരിക്കുന്നതെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൂത്തുവാരാൻ കഴിയുമെന്നതാണ് BJPയുടെ ആത്മവിശ്വാസം. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിലും പഞ്ചാബിലും പിടിമുറുക്കുന്നതിന് വേണ്ടിയാണ് അവരിപ്പോൾ കേജ്രിവാളിൽ പിടിമുറുക്കിയിരിക്കുന്നത്. ED എന്ന വാളിന് മീതെ പറക്കാൻ കേജ്രിവാളിന് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഝാർഖണ്ഡിലെ ഭരണപക്ഷത്തിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. പ്രതിപക്ഷ പാർട്ടികളെ പിളർത്തിയും നേതാക്കളെ കുരുക്കിയും ഇന്ത്യ സഖ്യത്തെ പ്രതിരോധത്തിലാക്കി 400 സീറ്റുകൾ നേടി അധികാരത്തിൽ വരാനാണ് BJP ശ്രമിക്കുന്നത്. അത് സംഭവിച്ചാൽ കേഡർ പാർട്ടികളല്ലാത്ത പാർട്ടികൾക്ക് പിന്നെ ഈ മണ്ണിൽ പിടിച്ചു നിൽക്കുക എന്നത് ഏറെ പ്രയാസകരമായി മാറാനാണ് സാധ്യത.